ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം ആരാധന എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്. ആരാധന എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? നമുക്കെല്ലാവർക്കും അറിയാം, ആരാധന പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ തൃപാദത്തെ സമർപ്പിച്ചുകൊണ്ട് അവനെ സ്തുതി അർപ്പിക്കുന്നതിനെയാണ് ആരാധന എന്ന് പറയുന്നത്. നമ്മുടെ ആരാധനയുടെ പൊതുരീതി എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയെല്ലാം സംഭവിക്കുമ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ദൈവം ഇടപെടുമ്പോഴും ദൈവത്തെ ആരാധിക്കാൻ വളരെ എളുപ്പമാണ് എന്ന് നമുക്ക് എവർക്കും അറിയാം. പക്ഷേ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോൾ, പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ നാം ആയിരിക്കുമ്പോൾ നാം ഒക്കെയും പെറുപിറുക്കുന്നവരാണ്. നാം ഒക്കെയും വിശ്വാസത്തിൽ നിന്ന് ഓടി അകലുന്നവരാണ്. നമ്മൾ അപ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്നുള്ള വിവരം നമുക്ക് തന്നെ അറിയാൻ മേലാത്ത ഒരു സ്ഥിതിയിലാണ്. അതിൻ്റെയൊക്കെയും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും ജൽപ്പനമായി മാറിയിരിക്കുന്നതിനാലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നാം ഓർക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയുള്ള പ്രതിസന്ധികളിലെല്ലാം ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് ആരാധനയെക്കുറിച്ചുള്ള ചില വിചാരങ്ങളിലേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാം. അത്താഴം കഴിഞ്ഞ് മരണത്തിനായി ഒരുക്കപ്പെടാനുള്ള യാത്രയിൽ പോലും ക്രിസ്തുവിനെ അനുസ്മരിക്കുന്നത് സ്തോത്രം പാടി ഒലിവുമലയിലേക്ക് പോയി എന്നതാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 26:30 അത് പറയുന്നുണ്ട്. അതായത് മരണം തൊട്ടരികിൽ ഉണ്ടെന്ന് സുനിശ്ചിതമായ അറിവുണ്ടായിരുന്നിട്ടും സ്തോത്രഗീതം ആലപിക്കുന്ന ക്രിസ്തു, കാരാഗ്രഹത്തിൽ പാട്ടുപാടി ദൈവത്തെ മഹിമപ്പെടുത്തുന്ന പൗലോസിനെയും ശീലാസിനെയും കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിലും വായിക്കുന്നുണ്ട്. വ്യത്യസ്തമായ ആരാധനയുടെ രണ്ട് മുഖങ്ങളാണ് ഈ രണ്ട് സംഭവങ്ങളും. ജീവിതത്തിലെ ഏത് അനുഭവങ്ങളുടെ മുമ്പിലും ആരാധനയ്ക്ക് മുടക്കമുണ്ടാവരുതെന്നും ദൈവത്തെ ആരാധിക്കാൻ മടി വിചാരിക്കരുതെന്നുമാണ് ഈ സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എന്നാൽ ജീവിതത്തിലെ പ്രതികൂലങ്ങളിൽ എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നത്? തൃത്വ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? കാരാഗ്രഹ ലേഖനങ്ങളിൽ ഉൾപ്പെട്ടതും എഫേസ്യർക്ക് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയതുമായ ഒരു വേദഭാഗം, എഫേസ്യർ 5:18 മുതൽ 20 വരെയുള്ള വേദഭാഗം നോക്കുമ്പോൾ, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവീൻ എന്നാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഈ ഭാഗത്ത് എടുത്തു പറയുന്നത്. ഈ ലേഖനത്തെ 2 ഭാഗങ്ങളായി തിരിക്കാവുന്നതാണ്. ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നും, രണ്ടാം ഭാഗത്ത് നാം എന്താണ് ചെയ്യേണ്ടതെന്നും വിശദീകരിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് നമ്മെ അർത്ഥപൂർണമായ ആരാധനയ്ക്ക് സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ആരാധനകളിൽ ഹൃദയം കൊണ്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നത്. ഹൃദയാന്തർഭാഗത്തു നിന്നും ദൈവത്തെ സ്തുതിക്കുവാൻ പരിശുദ്ധാത്മാവാണ് പ്രേരണ നൽകുന്നത്. പരിശുദ്ധാത്മ സാന്നിധ്യം നമുക്ക് ഉള്ളപ്പോൾ ആണ് അഭിഷേകം നമുക്ക് ഉണ്ടാകുന്നതും അത്തരത്തിലുള്ള ആരാധന സാധ്യമാവുന്നതും എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പൗലോസും ശീലാസും ദൈവത്തെ സ്തുതിച്ചത് അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായതുകൊണ്ടായിരുന്നു. അവർ സാഹചര്യം നോക്കിയില്ല, നാളെ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ആകുലപ്പെട്ടില്ല. പകരം അവർ ദൈവത്തെ സ്തുതിച്ചു. ആ സ്തുതിപ്പിൽ ചങ്ങലകൾ അഴിഞ്ഞു വീഴുകയും ജയിലറുകൾ തുറക്കപ്പെടുകയും ചെയ്തതായി നാം ആ വേദഭാഗത്തിൽ കാണുന്നുണ്ട്. ശക്തമായ പരിശുദ്ധാത്മ ആരാധനകളിലെല്ലാം സംഭവിക്കുന്നത് ഇതാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ വിടുതലിൻ്റെ വലിയ അനുഭവം ഉണ്ടാകും. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവാരാധന നടത്തിയിരുന്നത് ആദിമസഭയുടെ ആരാധനാ രീതിയുടെ പ്രത്യേകതയായിരുന്നു എന്ന് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദിമസഭയിൽ ദൈവാരാധനയ്ക്ക് ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചിരുന്നത് സങ്കീർത്തനങ്ങളായിരുന്നു.
എഫേസ്യർ 5:19 നോക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഹൃദയത്തിൽ ദൈവത്തിന് പാടുവീൻ എന്നാണ്. എല്ലായ്പ്പോഴും ഹൃദയാന്തര ഭാഗത്ത് ദൈവവിചാരവും ദൈവത്തിന് സ്തുതിഗീതങ്ങളും അർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. സഭ ഒരു ആരാധനാ സമൂഹമാണ്. പക്ഷേ ആരാധന സജീവമാകണമെങ്കിൽ ദൈവത്തോടും സമൂഹത്തോടുമുള്ള ബന്ധം ദൃഢമായിരിക്കണം. പാട്ടും പ്രാർത്ഥനയും ബാഹ്യ പ്രകടനങ്ങളായി മാറരുത്. അവ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരണം. ആത്മാർത്ഥമായിരിക്കണം. ആത്മാർത്ഥതയോടെ വിശുദ്ധിയോടെ ഹൃദയാന്തർ ഭാഗത്തു നിന്നും ആരാധന നടത്താൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാമെങ്കിലും നാം അതൊക്കെയും മനസ്സിലാകാത്ത രീതിയിൽ ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മളിൽ ഏവരിലും കാണുന്നത്. ഗലാത്യർ 5:24 ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: യേശു ക്രിസ്തുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. പോത്തീഫറിന്റെ ഭവനത്തിൽ യോസേപ്പും നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിൽ ദാനിയേലും ഈ രാഗമോഹങ്ങളെ അതിജീവിച്ചവരായിരുന്നു. ജഡീകമോഹങ്ങളെ ഇല്ലാതെയാക്കുവാനുള്ള ഏകമാർഗം ആത്മാവിന്റെ പ്രവൃത്തികൾ ചെയ്യുക എന്നതാണ്. ആരാധനാ സമൂഹത്തിന്റെ ഭാഗം ആയിരുന്നിട്ട് കൂടി സ്വാർത്ഥതയിലും ധനമോഹങ്ങളിലും വീണുപോയ അനന്യാസും സഫീറയും അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് കാണാം. പരിശുദ്ധാത്മാവിലുള്ള ആരാധനകളിൽ നിന്ന് അകന്നു പോയവരായിരുന്നു. വിശ്വാസ സമൂഹം പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചവരായിരിക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം തരുന്നത്. പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ ആകുമ്പോൾ മാത്രമേ ഒരു വിശ്വാസിക്ക് നൈർമല്യത്തോടെ ജീവിക്കാനാകൂ, കളങ്കരഹിതനായി മുമ്പോട്ട് പോകുവാൻ കഴിയൂ, വിശുദ്ധിയുടെ അനുഗ്രഹമായി മാറുവാൻ കഴിയൂ. ക്രിസ്തുവിലായ പുതിയ മനുഷ്യന്റെ ലക്ഷണം പോഷത്വമില്ലാത്ത നിലപാടുകളാണ്, വിശുദ്ധിയുള്ള ജീവിത പരിസരങ്ങളാണ്, നന്മയുടെ പ്രവൃത്തികളാണ്. പക്ഷേ ലൗകിക മനുഷ്യരിൽ ഏറെയും പരിശുദ്ധാത്മ ലഹരിയല്ല അന്വേഷിക്കുന്നത്, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരി തേടി പോകുന്നവരാണ് അവരിൽ ചിലരെങ്കിലും. അവരോടാണ് പരിശുദ്ധാത്മ നിറവിൽ സന്തോഷിക്കാൻ പൗലോസ് അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പെന്തക്കോസ്ത് നാളിൽ മാളിക മുറിയിൽ ആദിമസഭയിലെ വിശ്വാസികളിൽ ലഭിച്ച പരിശുദ്ധാത്മ നിറവും അഭിഷേകവുമാണ് നമുക്കിന്ന് ആവശ്യം. ആരാധനകളിൽ അതാണ് ഉണ്ടാവേണ്ടത്. വേർതിരിവുകളില്ലാത്ത ഭാഷകൾക്കും വർഗത്തിനും വർഗീയതയ്ക്കും അപ്പുറമായി ആരാധനയെ അർത്ഥപൂർണമാക്കുവാനുള്ള പരിശുദ്ധാത്മ നിറവാണ് നമുക്ക് ഏവർക്കും ആവശ്യമായിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കട്ടെ. നമ്മുടെ ആരാധനകൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. വിശുദ്ധിയുള്ള ആരാധന രീതികളും നൈർമല്യമുള്ള ജീവിത നിലപാടുകളുമായി ഏത് പ്രതിസന്ധികൾക്ക് നടുവിലും ദൈവീക സാരാംശം അന്വേഷിച്ച് കണ്ടെത്തി ജീവിക്കുവാൻ നമുക്ക് ആകണം. ദൈവമേ, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകമുള്ളവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നിറഞ്ഞവരായി അങ്ങേ ആരാധിക്കുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്നാണ് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 17 ഏപ്രിൽ 2026 ഇന്ന് ഈ മാസത്തിലെ 17ാമത്തെ ദിവസം, ഉയർപ്പിന് ശേഷമുള്ള 13ാമത്തെ ദിവസമാണ്. ഇന്ന് എപ്പിസോഡ് 478ാമത്തെ എപ്പിസോഡ് ആണ് പബ്ലിഷ് ചെയ്യുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് ആരാധന എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നാണ്. നാം ആരാധന പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി അവനിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം ആരാധിക്കുന്നുവെങ്കിൽ നമ്മുടെ എല്ലാ നല്ല ആവശ്യങ്ങളും അവൻ സാധിച്ചു തരുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.